കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ കൃഷ്ണേട്ടാ, ഇന്ദ്രനാ ഷോപ്പിലെത്തിയോ? അല്ല, ചേച്ചി അങ്ങോട്ട് കാണാറില്ലല്ലോ. കണ്ണന്റെ അമ്മയുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അതങ്ങനെ കൂടി കുറഞ്ഞിരിക്കും ചേച്ചി, പ്രായമായില്ലേ. ആ ശരി കൃഷ്ണേട്ടാ. ആ നിങ്ങളുടെ അതേ അവസ്ഥ എനിക്കും. നമ്മളൊന്ന് ഒതുങ്ങി കൊടുത്താലേ അപ്പ തല ചവിട്ടിക്കാരൻ കാത്തിരിക്കാ ചിലര്. ആ അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. എന്താ ഞാൻ എന്റെ ഷോപ്പ് ഒന്ന് കാണാൻ വന്നതാ. സ്വന്തം സ്ഥാപനം നന്നായി നടക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. സീൻ ഉണ്ടാക്കാനോ? എന്ത് സീൻ? ഞാനതിന് കട ഒഴിപ്പിക്കാനുള്ള ആൾക്കാരെയും കൊണ്ടൊന്നുമല്ലല്ലോ വന്നത്. റെന്റിന് താമസിക്കുന്ന വീട്ടിൽ നിന്നായാലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നായാലും ഒരാളെ ഒഴിപ്പിക്കണമെങ്കിൽ മിനിമം ഒരാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് കൊടുക്കണം. ഞാൻ അതിനാണ് വന്നത്. ഞാനൊരു 10 ദിവസം ടൈം തരാം. അതിനുള്ളിൽ ഈ ഷോപ്പ് എനിക്ക് ഒഴിഞ്ഞു തരണം. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് കൂടി? ഈ ഇന്ദ്രന്റെ വിയർപ്പായി കട. ഇവിടെ വന്ന് നിന്ന് ആളാവ് നോക്കാതെ ഇറങ്ങി പോടി. ഇന്ദ്രേട്ടാ, എന്താ ഇത്? അനുചേച്ചൊരു തമാശ പറഞ്ഞതല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ചൂടാകുന്നേ? നീ പോയി നിന്റെ പണി നോക്കടാ, ഇത് ഞാൻ നോക്കിക്കോളാം. അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. അധികാരം സ്ഥാപിക്കാനല്ല, അവകാശപ്പെട്ട സ്ഥാപനം തിരിച്ചു പിടിക്കാനാ വന്നത്. എടി പോടിന്ന് വിളിച്ച് പേടിപ്പിച്ചാലൊന്നും അനുപമ തിരിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ നിന്ന് ബഹളം വെച്ചാ നാറാൻ പോകുന്ന ആരായിരിക്കുമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കും എന്റെ കുഞ്ഞിനും ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ എന്റെ ഈ സ്ഥാപനം ഇനി മുതൽ ഞാൻ തന്നെ നടത്തിക്കൊള്ളാന്ന് തീരുമാനിച്ചത്. ആ പിന്നെ ഒരു 10 ദിവസം ഞാൻ പറഞ്ഞെങ്കിലും ഒരാഴ്ചക്കകം ഒഴിഞ്ഞു തന്നാ അത്രയും നല്ലത്. നീ എന്നോട് പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കല്ലേ? എന്ത് വേണേലും കരുതാം. ഒരാഴ്ച തികയുന്ന ദിവസം ഞാൻ വീണ്ടും വരും. ബാക്കി അന്ന് പറയാം. എന്താ ഇന്ദ്രേട്ടാ ഇതൊക്കെ? അനുചേച്ചി കട്ടക്കലിപ്പിലാണല്ലോ. നിങ്ങൾ തമ്മിൽ ഉടക്കി പിരിഞ്ഞോ? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നിയ? അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കാവക്ക്. എന്നാലും ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആവാൻ നോക്ക് ഇന്ദ്രേട്ടാ, ഇല്ലെങ്കിൽ കട കയ്യിന്ന് പോവും. നിയമം സ്ത്രീകളുടെ കൂടെയാ. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ പോയി നിന്റെ പണി നോക്ക്. ആ പിന്നെ ഇതിപ്പോ നീ അറിയാവൂ. വേറെ ആരോടും ഇതൊന്നും പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. ശരി, കടന്നു വയ്ക്കൂ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മോളെ ചീരു. അങ്കിളെ, ഞാനിവിടെ കിച്ചണിലാ. ഞാൻ ഇറങ്ങാം മോളെ. ഡോർ ലോക്ക് ചെയ്തേക്കണേ. ആ അങ്കിളെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ.
അല്ല ഇത് ആരൊക്കെയത് പതിവില്ലാതെ. സാർ എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണെന്ന് അതെ തോന്നുന്നു. അതെ, അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ആള് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. ചിരുമോളത്തുണ്ട്, രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെന്നാൽ മതി. ചിരുവിനെ ഞാൻ വിളിക്കണം. അയ്യോ വേണ്ട സാറേ, ഞങ്ങള് കേറി കണ്ടോളാം. സാറ് പോയിക്കോ. ഓക്കെ, ശരി ലംബോ, വന്നിട്ട് കാണാം. ഓ ശരി സാറ്. ഏട്ടാ മോളെ ചീരു, മോളെ. അമ്മ അങ്കിളും ആയിരുന്നോ? എങ്ങനെ വന്നു? ഈ വീട് അറിയായിരുന്നോ? ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുവാ. അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടേക്കായിട്ട് വന്നതാണോ അമ്മ? എന്ന് ചോദിച്ച ഞങ്ങൾക്കേ തൃക്കോട്ടൂർ ശിവക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. എല്ലാ മാസവും ആർച്ചമോളുടെയും ഭദ്രമോളുടെയും പേരിലെ മുടങ്ങാതെ നടത്തുന്നതാ. ഈ മാസത്തിൽ അവരുടെ നക്ഷത്രം വരുന്ന ദിവസമല്ലേ ഇന്ന്. അമ്പലത്തിലെ അന്നദാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒന്നിവിടെ ഇറങ്ങി മോളെ കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച. അന്നദാനം കഴിച്ചോണ്ടേ ചീരുന്റെ കൈ കൊണ്ടൊന്നും കഴിക്കില്ല എന്നൊന്നും ഇല്ല കേട്ടോ. അങ്കിളും അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇപ്പൊ ഒന്നും എടുക്കാൻ പോവണ്ട, മോളിവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നേ. അമ്മയ്ക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വേഗം വരാം അമ്മേ. ചായ റെഡിയാക്കി ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങൾ ഇരിക്കെ. ഇരിക്കേട്ടാ. നല്ല വീടല്ലേ ലതികെ? എന്റെ മോളെ, എന്തൊക്കെയാ നീ പറയണേ? ഡോക്ടർ രാഹുലും ഇന്ദുവും പിരിയാൻ പോവാണെന്നോ? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അച്ഛാ, ഇത് വേറെ ആരും അറിയണ്ട. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്ന് സത്യേട്ടൻ അറിഞ്ഞ പിന്നെ അത് മതി. സൂക്ഷിക്കണം, കുഞ്ഞമ്മ അപ്പുറത്തുണ്ട്. മോള് സ്വകാര്യമായിട്ടൊരു കാര്യം സംസാരിക്കാൻ വിളിച്ച ആ ഗൗരവത്തിൽ കേട്ടൂടെ നിങ്ങക്ക്? അതല്ലടി, പെട്ടെന്ന് കേട്ടപ്പോ ഞാനാകെ വല്ലാണ്ടായി. ആ കല്യാണത്തിന് ഞാനും കൂടി മുമ്പിൽ നിന്നതല്ലേ. അച്ഛൻ മുന്നിൽ നിന്നത് സത്യേട്ടനും ഇന്ദും തമ്മിലുള്ള കല്യാണം നടക്കാതെ പോയി കഴിഞ്ഞാ സത്യേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. അതൊക്കെ എന്തിനാ നീ ഇപ്പൊ അന്വേഷിക്കുന്നത്? ഇന്ദുവിനെ സത്യൻ കല്യാണം കഴിക്കരുതെന്നോ നിന്നെ കല്യാണം കഴിക്കണമെന്നോ ഞാൻ സത്യനോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല.